മുഖ്യമന്ത്രി പിണറായി വിജയന് തെലങ്കാന മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി. സ്വീകരണ സ്ഥലത്തേക്ക് ചില സംഘപരിവാർ സംഘടനകൾ സമ്മേളന വേദിക്ക് പുറത്ത് പ്രകടനം നടത്തി. പ്രകടനം നടത്താൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകും. സന്തോഷ്, മഹാജനപഥ യാത്രയുടെ സംഗമമാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയും ചെയ്യുന്നു. സംഘപരിവാറിന്റെ വലിയ തരത്തിലുള്ള ഭീഷണി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. എന്താണ് നിലവിൽ സംഭവിച്ചത്? അരുൺ, തരൂർ നഗറിൽ ഏകദേശം 1 ലക്ഷത്തിന് മേൽ പേർക്ക് പങ്കെടുക്കാൻ പറ്റാവുന്ന പൊതു ഗ്രൗണ്ടിൽ വച്ചാണ് ഇപ്പോൾ മഹാജന പദയാത്രയുടെ സമാപന സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരാണ് മുഖ്യ അതിഥികൾ. നേരത്തെ ഈ പദയാത്ര കഴിഞ്ഞ ഓഗസ്റ്റ് 17-ന് ആരംഭിച്ചു. 150 ദിവസത്തിലേക്കായി 4000-ലേറെ കിലോമീറ്ററുകൾ പിന്നിട്ടു. ഹൈദരാബാദിലെ CPM സംസ്ഥാന സെക്രട്ടറി തമ്നേനി വീരഭദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ജാഥ ആരംഭിച്ചത് മുതൽ തന്നെ സംഘപരിവാർ സംഘടനകളുടെ വലിയൊരു ഭീഷണി നിലനിന്നിരുന്നു. BJPയുടെ MLA അടക്കമുള്ളവർ ഈ സമാപന സമ്മേളനത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ അത് കാര്യമാക്കാതെ ഇപ്പോൾ സമ്മേളനം മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഈ ഹൈദരാബാദിൽ എത്തുന്നത്, തെലങ്കാനയിൽ എത്തുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ഇന്ന് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി, ഉച്ചഭക്ഷണം കഴിച്ചു. അതിനുശേഷം വിവിധ മലയാളി സംഘടനകൾ പിണറായി വിജയന് ഊഷ്മളമാക്കി. ഈ കലാഭവൻ ഓഡിറ്റോറിയത്തിലാണ്, ITC കലാഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ സ്വീകരണം നടക്കുന്നതിനിടയിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി സമ്മേളന വേദിക്ക് അടുത്തെത്താൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. വളരെ ചുരുങ്ങിയ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നു. പോലീസ് തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ സമ്മേളനത്തിന് മുന്നോട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ തരത്തിലും മുന്നോട്ട് പോയി. ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിയും സംസ്ഥാന ഘടകവും തെലങ്കാന പോലീസും ശക്തമായ മുൻകരുതലുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കടുത്ത സുരക്ഷയൊരുക്കുന്നു. പാർട്ടി സമ്മേളന വേദിയിൽ അടക്കം വലിയ ശക്തമായ രീതിയിലാണ്. പ്രത്യേകിച്ച് ആ പദയാത്രയിൽ ഉടനീളം സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് ഉയർത്തിയൊരു ആശയം സാമൂഹ്യ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു, അതിനെതിരെയായിരുന്നു. ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ വർഗീയ സംഘർഷങ്ങൾക്കെതിരെ, വർഗീയവൽക്കരണത്തിനെതിരെ ഇടതുപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ മതേതര പാർട്ടികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യത്തെ കൂടി ഈ പദയാത്രയിൽ ഉയർന്നു വന്നിരുന്നു. ഇതായിരിക്കാം സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സംഘപരിവാർ സംഘടനകൾ. പ്രത്യേകിച്ച് മംഗലാപുരത്ത് നാം കണ്ടതാണ്, ഭോപ്പാലിൽ മധ്യപ്രദേശിൽ ഭോപ്പാലിലും കണ്ടു. അത് തന്നെ തെലങ്കാനയിലും തുടരാനാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാലും സമ്മേളനം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. 1 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് സമ്മേളനത്തിലേക്ക് എത്തുന്നത്. 4 ജാഥകൾ സമ്മേളന നഗരിയിലെത്തും. അതിലൊരു ജാഥ CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും. എന്തായാലും 4000 കിലോമീറ്ററുകൾ പിന്നിട്ട് നടക്കുന്ന പദയാത്ര വലിയൊരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വലിയ ബഹുജന പിന്തുണ തന്നെ ആർജിക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഈ തെലങ്കാനയിലെ CPIM പ്രവർത്തകരും ഒപ്പം മലയാളി സമൂഹവും പൊതുവിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരവിനെ പൊതുവിൽ കാണുന്നത്? അരുൺ, മലയാളി സംഘടനകളാകട്ടെ വലിയ ഉത്സാഹത്തിലാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. പിണറായി വിജയനാകട്ടെ മുഖ്യമന്ത്രി ആദ്യമായി എത്തുന്നു. അദ്ദേഹത്തിന് ഇതുവരെ സാധാരണ ഒരു തരത്തിലും മലയാളി സംഘടനകൾ നൽകാത്ത തരത്തിലുള്ള വലിയൊരു സ്വീകരണം തന്നെ ഒരുക്കിയതായിട്ടാണ് ഈ സംഘാടക സമിതികൾ പോലും അറിയിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 38-ലേറെ മലയാളി അസോസിയേഷനുകൾ ഉള്ളൊരു സംസ്ഥാനമാണ് തെലങ്കാന. 5 ലക്ഷത്തിലേറെ മലയാളികളുണ്ട്. ആവശ്യങ്ങളാണെങ്കിൽ നിരവധി. പലതവണ മുൻ സർക്കാരുകളേക്ക് കാണാൻ സമീപിച്ചിട്ടുണ്ട്, അതൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. ആ ആവേശത്തിലാണ് മലയാളികൾ. ഇന്ന് നാം കണ്ടത് തന്നെ പിണറായി വിജയൻ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് പലവിധ പരാതികൾ, തങ്ങളുടെ ആവശ്യങ്ങൾ, പ്രവാസികൾ എന്ന തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തിയായിരുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ അത് എടുത്തു പറയും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത് പ്രവാസികൾ കേരളത്തിന് നൽകിയ സംഭാവന മറക്കാനാവുകയില്ല. ഇപ്പൊ നിലവിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ശ്രമം. ഒരു നവകേരള സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. അത് വെറും വാക്കല്ല. അതിനപ്പുറം
എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. യാത്രാക്ലേശം പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. കൂടാതെ KSRTC പ്രത്യേക സർവീസ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ അസോസിയേഷനുകൾ ചൂണ്ടിക്കാണിച്ചു മലയാളികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇതൊക്കെ പരിഹരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അവരുമായി ഏറെ സമയം ഏകദേശം 1 മണിക്കൂറോളം വേദിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പിണറായി വിജയൻ പൊതുസമ്മേളന വേദിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സരൂർ നഗർ ഗ്രൗണ്ടിലേക്കല്ലേ പൊതുസമ്മേളനം മാറ്റിയത്? അവിടെയല്ലേ അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത്? ഈ ABVP പ്രതിഷേധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് എങ്ങനെയായിരുന്നു, എവിടെയാണ്? അരുൺ, മലയാളി അസോസിയേഷനുകൾ അദ്ദേഹത്തിന് ITC കലാഭവൻ ഇൻഡോർ ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് 1 കിലോമീറ്റർ മാറി ആണ് ABVP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ അതിന് മുമ്പ് തന്നെ പോലീസ് ഇവരെ അവിടെ വച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും സമ്മേളന വേദിക്ക് അടുത്ത് പോലും ഇവർക്ക് എത്താൻ കഴിയില്ല. പക്ഷെ അവർ പ്രതിഷേധം ഉയർത്തുക തന്നെ ചെയ്തു. കാരണം സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. മതേതര പാർട്ടികളുടെ ഐക്യത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ രാജ്യത്തിന്റെ ഇടതുപക്ഷ മുഖമായി ഉയർന്നു വരുന്നു. സ്വാഭാവികമായുള്ള പ്രതിഷേധം ഉണ്ടാവുക. ഈ പ്രതിഷേധം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നതായി തെലങ്കാന പോലീസ് നേരത്തെ അറിയിച്ചു. അതിനുള്ള സുരക്ഷ അവർ നേരത്തെ സന്തോഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എത്തിച്ചേരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. മഹാജനപദയാത്രയുടെ സംഗമമാണ് തെലങ്കാനയിൽ. ഹൈദരാബാദിൽ 5 മാസം നീണ്ട മഹാജനപദയാത്രയുടെ സമാപന റാലി വിജയിപ്പിക്കാൻ ആയിരങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സമ്മേളന വേദിയിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എത്തിച്ചേരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. Red salute! Red salute! Red salute! Red salute! Pinarayi Vijayan, red salute! Red salute! Red salute! Red salute! Pinarayi Vijayan, red salute! Red salute! Pinarayi Vijayan! Red salute! Red salute! Red salute! Red salute! Pinarayi Vijayan, red salute! Pinarayi Vijayan, red salute! Red salute! Red salute! Red salute! Red salute! Salute! Red salute! Red salute! Red salute! Red salute! Pinarayi Vijayan, red salute! Red salute! Pinarayi Vijayan, 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 red salute! CPM തെലങ്കാന സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 17-ന് ആരംഭിച്ച പദയാത്ര പിണറായി വിജയൻ. Red salute, red salute, Pinarayi Vijayan. Red salute, red salute, Pinarayi Vijayan. Red salute! Red salute! రాష్ట్ర కమిటీ నుంచి మన రాష్ట్ర నాయకత్వం పుష్పగుచ్చాన్ని ఇస్తారు. अभ्यास जंगल विजयन अभ्यास जंगल स्वागतम पिनराई विजयन गारिकी ఇప్పుడు మన పార్టీ జాతీయ ప్రధాన కార్యదర్శి పార్లమెంట్ సభ్యులు కామ్రేడ్ సీతారాం యేచూరి గారు మాట్లాడతారు.
CPM തെലങ്കാന സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 17-ന് ആരംഭിച്ച മഹാജന പദയാത്രയുടെ സംഗമം పార్టీ పొలిట్ బ్యూరో సభ్యులు కామ్రేడ్ పినరాయి విజయన్, CPM జనరల్ సెక్రటరీ సీతారాం యేచూరి తమిళని వీరభద్రం ఎవరైతే ఈ మహాజన పదయాత్రకి సూత్రధారుడి కింద ఈ దాదాపు 5 నెలల నుంచి ఈ పదయాత్రని కొనసాగించి ఇంత జయప్రదంగా ఇక్కడికి తీసుకొచ్చాడు హైదరాబాద్కి. ఇక్కడ వేదిక మీద ఉన్న అందరూ పెద్దలు, సోదరి సోదరులారా, మీ అందరికీ నా నమస్కారాలు. దీంతోపాటే జై భీమ్ లాల్ సలాం అనే స్లోగన్ని అది మీ అందరి ముందర మళ్ళీ తిరిగి ఇద్దామని ఇక్కడికి నేను తిన్నగా నాగ్పూర్ నుంచి వస్తున్నాను, RSS హెడ్ క్వార్టర్ దగ్గర నుంచి. నిన్న RSS వాళ్ళు నాగ్పూర్లో యూనివర్సిటీలో ఒక పెద్ద మీటింగ్ వాళ్ళు జరుపుదాం అనుకుంటే RSS వాళ్ళు అక్కడ బెదిరించి ఆ మీటింగ్ జరగనీయకుండా చూశారు. ఆ వైస్ ఛాన్సలర్, యూనివర్సిటీ వైస్ ఛాన్సలర్ భయపడి ఆ మీటింగ్ని రద్దు చేశారు. ఆ సందర్భంలో దీక్షా భూమి నాగ్పూర్లో ఏదైతే ఉందో బాబాసాహెబ్ అంబేద్కర్ ఎక్కడైతే 1956లో తన మతాన్ని వదులుకుని, ఏ మతంలో అయితే పుట్టాడో హిందూ మతాన్ని వదులుకుని బుద్ధిజం వైపు మారాడో, అక్కడ ఆ దీక్షా భూమి అనే పవిత్ర స్థలంతో పాటు బాబాసాహెబ్ ఒక కాలేజీని కూడా అక్కడ సృష్టించాడు. డాక్టర్ అంబేద్కర్ కాలేజ్ అని వాళ్ళ నాగ్పూర్లో ఉంది. RSS బెదిరించిన తర్వాత వైస్ ఛాన్సలర్ బెదిరిపోయి ఆ మీటింగ్ క్యాన్సిల్ చేసిన తర్వాత ఈ అంబేద్కర్ కాలేజ్ ఆ మీటింగ్ని మేము నడుపుతా ఉన్నారు. అక్కడికి నేను వెళ్ళాను. RSS ఆపలేకపోయింది. దాదాపు 4 రెట్ల జనాలు అక్కడికి ఆ మీటింగ్ వచ్చారు. అక్కడ కూడా ఇదే స్లోగన్. ఇవాళ దీక్షాభూమిలో, ఆ పవిత్రమైన దీక్షాభూమిలో കുണ്ടറ പീഡന കേസിൽ പ്രതി പെൺകുട്ടിയുടെ മുത്തച്ഛൻ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അമ്മയുടെ മൊഴിയിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, മറ്റു വിവരങ്ങൾ കൂടി. ഈ അല്പസമയത്തിനകം കൊട്ടാരക്കര റൂറൽ SP സുരേന്ദ്രൻ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം വരാൻ വേണ്ടി മാധ്യമങ്ങൾ മുഴുവനും കാത്തിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന ഇവരെ ചോദ്യം ചെയ്യൽ, ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തി 5 തവണയായിട്ട് ഇവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മൊഴിയെടുക്കാനായി പോലീസ് ഒരു പ്രത്യേക തന്ത്രമാണ് ആവിഷ്കരിച്ചിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കാതെ തന്നെ ഇവരെ ഒരു മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്താൽ കുട്ടിയുടെ, അതായത് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള കുട്ടിയുടെ സഹോദരിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ആദ്യം പോലീസ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ സംരക്ഷണയിൽ വിട്ടുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്താലാണ് കുട്ടിയുടെ മൊഴി പലപ്പോഴായി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടിയും കാര്യമായ ഒരു സഹകരണം പോലീസിനോടോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ കൗൺസിലറോടോ ഒന്നും തന്നെ അങ്ങനെ ഒരു സമീപനമായിരുന്നില്ല. കുട്ടി ഏറ്റവും ഒടുവിൽ ഇന്നലെ മാത്രമാണ് കുട്ടിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതേസമയം തന്നെ ഈ കുട്ടിയുടെ മാതാവ്, അവരെയും ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം സഹകരിക്കാതിരുന്ന അമ്മ പിന്നീട് ഈ ഒരു പോലീസിന്റെ സമീപനം കൊണ്ട് തന്നെ അവരും കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി മുത്തച്ഛന്റെ ഭാര്യ, ആ മുത്തശ്ശിയുടെ മൊഴി പോലീസ് 3 വട്ടം രേഖപ്പെടുത്തിയിരുന്നു. 4ാം വട്ടം ചോദ്യം ചെയ്തപ്പോഴും അത് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ മുത്തശ്ശി ഇതിൽ ഇപ്പോൾ ഈ പോലീസിന്റെ സംരക്ഷണയിലുള്ള കുട്ടിയെയും അതുപോലെ തന്നെ മരണപ്പെട്ട കുട്ടിയെയും ഈ മുത്തച്ഛൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിൽ താൻ ദൃക്സാക്ഷിയാണ്. ഒപ്പം തന്നെ മരണപ്പെട്ട കുട്ടി പലപ്പോഴും തന്നോട് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയിരുന്നത്, പരാതിപ്പെട്ടിരുന്നു എന്ന നിലയിൽ മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമ്മയും ഇതിന് സമാനമായിട്ടുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് സാഹചര്യ തെളിവുകളും ഒപ്പം ഇനി ശാസ്ത്രീയ തെളിവുകൾ കൂടി, അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അതിൽ നിന്ന് കൂടുതൽ കുറെ ഇതിന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കും മറ്റും അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി പുറത്ത് വരുന്ന നിമിഷം തന്നെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മുഖ്യമന്ത്രി പിണറായി വിജയന് തെലങ്കാന മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി. സ്വീകരണ സ്ഥലത്തേക്ക് ചില സംഘപരിവാർ സംഘടനകൾ സമ്മേളന വേദിക്ക് പുറത്ത് പ്രകടനം നടത്തി.
പ്രകടനം നടത്താൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുന്നു. സന്തോഷ്, എങ്ങനെ പുരോഗമിക്കുന്നു യോഗം? ഇപ്പോൾ അരൂർ നഗറിൽ പൊതുസമ്മേളനം പുരോഗമിക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. തെലങ്കാന സംസ്ഥാന സെക്രട്ടറി തമ്മേനി വീരഭദ്ര കഴിഞ്ഞ ഓഗസ്റ്റ് 17 ആരംഭിച്ച മഹാപദയാത്രയുടെ സമാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ തരൂർ നഗറിൽ അണിനിരന്നിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയവരാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയത്. കാരണം കഴിഞ്ഞ 150 ദിവസത്തിലേറെ നടന്ന പദയാത്രക്കിടയിൽ 36 ജില്ലകൾ തമ്മേനി കടന്നു. 4000-ലേറെ കിലോമീറ്ററുകൾ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു. സാമൂഹ്യ നീതി ലക്ഷ്യമിട്ട് നടത്തിയ വലിയ പദയാത്രയ്ക്ക് മറ്റ് കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ വലിയ പിന്തുണ ലഭിച്ചു. ആ പിന്തുണയാണ് ഇപ്പോൾ ഈ തരൂർ നഗറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യ അതിഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിരിക്കുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയ്ക്കെതിരെ ഒരു പൊതു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മാർച്ചിലൂടെ CPM മുന്നോട്ട് വെക്കുന്നത്. കാരണം നമുക്കറിയാം, രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ സംഘർഷങ്ങൾ, വർഗീയ ധ്രുവീകരണം എന്ന് തന്നെ തെലങ്കാനയിൽ ആദ്യമായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മലയാളി സംഘടനകൾ സ്വീകരണം നൽകി. ഇതിനെതിരെ പോലും സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മലയാളി സംഘടനകൾ സ്വീകരണം നൽകിയ ITC കലാഭവൻ മന്ദിരത്തിന് പുറത്തുവരെ ABVP-യുടെ പ്രവർത്തകർ എത്തി മുദ്രാവാക്യം വിളികളുമായി എത്തി. ഇപ്പോൾ പിണറായി വിജയൻ മടങ്ങിപ്പോകണമെന്ന തരത്തിലെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയും ചെയ്തു. പക്ഷേ വേദിക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സംഘപരിവാർ സംഘടനകളുടെ അസഹിഷ്ണുത, പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതാദ്യമായല്ല. നേരത്തെ ഭോപ്പാലിൽ, പിന്നീട് മംഗലാപുരത്ത് കണ്ടു. ഇപ്പോൾ നമ്മളത് ഹൈദരാബാദിലും കാണുകയാണ് എന്നതാണ്. പക്ഷേ എല്ലാവിധ സുരക്ഷകളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഹൈദരാബാദ് പോലീസ് ഇപ്പോഴും അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. 100 കണക്കിന് കർഷകരാണ് കൃഷി ഉപേക്ഷിച്ചത്. 5000 ഹെക്ടറിലധികം നശിച്ചതോടെ കർഷകർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. കവിതയിലെ ഈ വരികളിപ്പോൾ കുട്ടനാട്ടിലെ കർഷകരുടെയും ആത്മഹത്യാക്കുറിപ്പുകളായിരിക്കുന്നു. ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് കേരളത്തിന്റെ നെല്ലറ കാക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല സാധാരണ കർഷകർ കൃഷി ഇറക്കുന്നത്. മറിച്ച് വരുന്ന ഒരു വർഷക്കാലം തങ്ങളുടെ ആവശ്യത്തിനുള്ള അരി ശേഖരിച്ചു വെക്കുക കൂടിയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യക്ക് സമാനമായി വരൾച്ച പാടശേഖരങ്ങളെ കീറിമുറിച്ചതോടെ നഷ്ടമായത് കർഷകരുടെ പ്രതീക്ഷകളായിരുന്നു. കാലവർഷം പെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തുലാവർഷം പെയ്തിട്ടില്ല, ഇതിനൊക്കെ കഠിനമായ ചൂട്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തെ കൃഷിക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 27,000 ഹെക്ടറിൽ ഇത്തവണ കൃഷിയിറക്കിയെങ്കിലും പകുതിയിലധികവും പാതിവഴിയിൽ കർഷകർക്ക് വരൾച്ച മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. കടലിനും കായലിനുമിടയിൽ കിടക്കുന്ന കുട്ടനാട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. വരൾച്ച മൂലമുണ്ടായത് കുട്ടനാട്ടിലെ കർഷകരുടെ മാത്രം നഷ്ടമല്ല, അത് കേരളത്തിന്റെ നെല്ലറയെയാണ് കാര്യമായി ബാധിക്കുക. ഇനി എന്റെ ചലനവുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന വർത്തമാനകാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം പ്രസക്തമാണ്. EMSന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷമാകുന്നു.
ജന്മിത്തം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തീക്ഷ്ണമായ സമരങ്ങളിൽ പങ്കാളിയായാണ് EMS പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സ്വത്ത് ജീവിതം ത്യജിച്ച് ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂലറുത്തുമാറ്റി കാലത്തെയും ചരിത്രത്തെയും തനിക്കൊപ്പം നടത്തിയ EMS ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ EMS അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. തൊഴിലാളി വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലളിതമായ സ്വന്തം ജീവിതത്തിലൂടെ മലയാളികൾക്ക് മാതൃകയായി EMS എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്.